ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം എനിക്കും വലിയ സന്തോഷമൊന്നും ഇല്ലാതിരിക്കുക. കാരണമൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാകട്ടോ. ഇന്ന് എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് ഇന്ന് കറക്റ്റ് 15 ദിവസമായിട്ടുള്ളൂ. നാളെയാണ് 16. അപ്പം നാളെ പെല വീടുന്ന ദിവസമാണ്. എല്ലാവരും, അതായത് ഹിന്ദുക്കളുടെ ഒരു രീതി വെച്ചും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ 7-ാം പക്കം കുഴി കാണൽ ചടങ്ങോടുകൂടി അവരുടെ പെലയൊക്കെ വീടും. മുസ്ലിംസിന് പിന്നെ പെലയില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം നാളെ പെല വീടുന്ന ദിവസമായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം പെല വീടുന്നില്ലേ പോലും 16 ദിവസം കഴിഞ്ഞ് 17-ൻ്റെ അന്ന് ഇവിടെ വന്നവർക്കും പോയവർക്കും ഒക്കെ ആയിട്ടും, അല്ലാതെ നമ്മൾ ബന്ധുക്കാർക്കും അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരങ്ങളും ഒക്കെ കൂടെ കൂടി ഒരു നേരം ഒന്നിച്ച് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ടൊക്കെ ഇരുന്നാണ്. അമ്മച്ചിയുടെ പേര് പറഞ്ഞല്ല, അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യരുതെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുമുണ്ട്. അമ്മയുടെ ആഗ്രഹം ഞങ്ങളുടെ തൊടുപുഴയിൽ ഒരു സ്ഥാപനത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിനോടായിരുന്നു അമ്മച്ചിക്ക് താല്പര്യം. അത് തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ. അത് 41-ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുവാണ്. അവിടെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡേറ്റ് നമുക്ക് പറയാൻ കറക്റ്റ് ചിലപ്പോൾ ഞാൻ പറഞ്ഞു 41-ന് തന്നെ കിട്ടുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പറഞ്ഞപ്പം പറഞ്ഞു നോക്കട്ടെ, നോക്കിയിട്ട് പറയാമെന്ന് ഇന്നലെ എൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിച്ചാൽ അത് നിങ്ങളൊരാഘോഷമാക്കണ്ട എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിച്ച് പിറക്കി ഒരു മൂലയ്ക്ക് കയറിയിരിക്കണമെന്നുമല്ല മക്കളോട് ഞാൻ പറയുന്നത്. എന്നാന്ന് ചോദിച്ചാൽ എല്ലാ വീട്ടിലും കണ്ടുവരുന്നതാണ്. ചില വീടുകളിൽ അവിടെ വഴക്കും കയ്യേറ്റവും കയ്യാങ്കളിയിലൊക്കെ തീർന്നിട്ടുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങ് മദ്യപിച്ച്. കാരണം ഈ മരിച്ച വ്യക്തിയുടെ ചിലപ്പം മകനോ മരുമക്കളോ അല്ലെ കൊച്ചുമക്കളോ കെട്ടിയവനോ ഒന്നും ആയിരിക്കത്തില്ല. ഈ മരിച്ച വീട്ടിലെ ആൾക്കാരെ കഴിഞ്ഞും വിഷമമായിരിക്കും ഇതിൽ വന്ന് സംബന്ധിക്കാൻ വരുന്ന ആൾക്കാർക്ക്. ഈ പങ്കെടുക്കുന്ന ആൾക്കാരായിരിക്കും വൈകിട്ട് മദ്യമില്ലേ 2 കഴിക്കാനായിട്ട് നമുക്ക് ആ ദുഃഖം അങ്ങ് മാറണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മദ്യം കഴിക്കാനും പല കാരണമാണ്. എല്ലാവരും പറയല്ലേ, അമ്മയ്ക്കിട്ട് തല്ലിയാരും 2 വർഷം പറയുന്നുണ്ട്. സന്തോഷം വന്നാലും മദ്യപിക്കും, സങ്കടം വന്നാലും മദ്യപിക്കും. ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് അന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ, അല്ലാതെ നിങ്ങളിവിടെ ആരും മദ്യം കഴിക്കാൻ പാടില്ല. ആരും എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും മദ്യം കഴിക്കുന്നവരല്ല. അപ്പോൾ വിഷ്ണു ആയാലും പുള്ളി ആയാലും ഇവിടെ ആരും മദ്യം കഴിക്കുന്ന ആൾക്കാരില്ല. അപ്പം പുറത്തു നിന്നുള്ളവർ വേണമെങ്കിൽ അവരവരുടെ വീട്ടിൽ പോയി മദ്യം കഴിക്കുകയോ ബഹളം വെക്കുകയോ ചെയ്തോട്ടെ. അത് അങ്ങനെ ഒരു പ്രശ്നം നിൽക്കരുത്. അതുപോലെ ഞാൻ മരിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ സദ്യ വെച്ച് വിളമ്പാനും നിൽക്കരുത്. അതൊരു ലാഭം നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ അമ്മച്ചി പറഞ്ഞത്. അതിപ്പോൾ ഓർക്കും അത് മക്കൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കുന്നു. ഒരിക്കലുമല്ല. അമ്മച്ചി പറഞ്ഞ് മൃഷ്ടാനം ഉണ്ടും കഴിച്ചും ഉറങ്ങിയും കിടക്കുന്നവർക്ക് അതിൻ്റെ വില അറിയത്തില്ല. അപ്പോൾ ഒരു നേരത്തേന് ഞങ്ങൾക്ക് ഇന്ന് കിട്ടും, അല്ലെ നാളെ ആരെങ്കിലും തരുമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ അതുതന്നെ അല്ലാനും അമ്മ അവിടെ വർഷത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഇങ്ങോട്ട് വന്നേ പിന്നെ അമ്മ അവിടെ കൊടുത്തോണ്ടായിരുന്നത്. മൊത്തത്തിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അമ്മച്ചിയുടേതായിട്ട് അമ്മ എന്തെങ്കിലും ഒരു ഓഹരി അവിടെ കൊടുത്തോണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ 41-ന് അവിടെയാണ് പരിപാടി വയ്ക്കാനിരിക്കുന്നത്. പിന്നെ ഞാൻ ഞായറാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോഴത്തേനും എൻ്റെ അടുക്കൽ വിളിച്ച് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അല്ലെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ അമ്മച്ചീനെ അറിയാവുന്ന, അമ്മച്ചീനെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരെന്നോട് 2-3 പേര് വിളിച്ചേച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞു. പിന്നെ മറ്റുള്ളവർ പറയാതെ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് ആരും കഴിക്കാൻ സാധ്യതയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്നാ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കർമ്മമൊന്നും ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ പെല തീരുന്നില്ല. എത്ര നാൾ കഴിഞ്ഞാൽ ആ പെല തുടർന്നങ്ങ് പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ കർമ്മമൊന്നും ചെയ്തില്ല. ഈ പറഞ്ഞവർക്ക് എന്തെങ്കിലും വെളിവും വെള്ളിയാഴ്ച ഉള്ളവരാണോ ഈ വർത്താനം പറയുന്നത്? എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുവാണ്. അമ്മച്ചി, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി, അല്ലെ മറ്റൊരു വീട്ടിൽ മറ്റൊരമ്മയോ അപ്പനോ ആരെങ്കിലും ആയിക്കോട്ടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ രോഗവിവരം തിരക്കാൻ ചെല്ലത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നല്ല കാര്യം ചെയ്തു പോട്ടെ, അതൊന്നും വേണ്ട. എല്ലാവർക്കും കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല, ആരും അത് ചെയ്യാൻ വേണ്ട. അപ്പം വന്നൊരു 10 മിനിറ്റ് നേരം ഒരടുത്തിരിക്കാൻ പോലും ആളില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയോ പറയുമ്പോൾ അതിനൊരു 100 അഭിപ്രായ വ്യത്യാസവും കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടി മാത്രമാണ് ആൾക്കാരിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ചെവി കൂടെ കോട്ടെ വേണ്ട, ഈ ഒരു ചെവി കൂടെ ഇങ്ങനെ കളയുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ അമ്മച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, അല്ലെ ഞങ്ങൾ മക്കളും കൊച്ചുമക്കളും കൂടെ ചെയ്തു. കർമ്മം ചെയ്തില്ലെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ അമ്മച്ചിക്ക് ഏറ്റവും വലിയ കർമ്മം തന്നെ ചെയ്താൽ ഞങ്ങൾ വിട്ടത്.
കൈക്കകത്തു നൂർന്നിറങ്ങിപ്പോയ ഒരു ജീവനാ. എത്ര പേർക്ക് പറ്റും അങ്ങനെ? സ്വന്തം അമ്മയുടെ ജീവൻ കൈക്കകത്തു നൂർന്നിറങ്ങിയ കൈ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്നാണ് താഴെ പോയത്. എൻ്റെ നേരെ തന്നെ ഇങ്ങനെ നോക്കി എൻ്റെ അമ്മച്ചി ഇരുന്നേ. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പേടിയാണേ. നേരം ഞാൻ പറഞ്ഞു, അമ്മച്ചി കണ്ണടച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് വെച്ചു. പക്ഷേ ജീവൻ പോകുമായിരുന്നു, ദൈവത്തിനാണ്, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ലേ അമ്മച്ചി എടുത്ത് കിടക്കുന്നത്, അപ്പോൾ എനിക്ക് പേടിയാകത്തില്ലേ അമ്മച്ചിന്ന് ചോദിച്ചു. അമ്മച്ചിക്ക് അറിയത്തില്ല, ഒരു സന്ധ്യ കഴിഞ്ഞ് ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് പണ്ടായാലും ഇപ്പോഴായാലും എപ്പോഴായാലും എനിക്ക് പേടിയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മച്ചിയുടെ ജീവൻ പോയി. അത്രയും വലിയൊരു പുണ്യം എന്താ ഞങ്ങൾക്ക് വേണ്ടത്? ഒരു പുണ്യവും വേണ്ട. ഈ കർമ്മം പിടിക്കാനും വില പിടിക്കാനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പറയും മനുഷ്യൻ 2 ജാതിയുള്ളൂ, ആണും പെണ്ണും. നമ്മൾ വേർതിരിച്ചതാ ഈ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഈ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചേക്കുന്നതാ. ഓരോരുത്തരുടെ ഉപജീവന മാർഗമാണ് ഇതെല്ലാം. അപ്പം അത് ചെയ്യുക, ഇത് ചെയ്യുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ഒരേ കാര്യം തന്നെ നമ്മളൊരു 4 ജ്യോത്സ്യന്മാരുടെ അടുത്ത് നിന്ന് അവർ 4 രീതിയിലാണ് പറയുന്നത്. ഒരു കർമ്മത്തിന് വിളിച്ച് എത്ര പേര് ഒരേ രീതിയിൽ ചെയ്യും? ആരും ചെയ്യത്തില്ല, വെറുതെയാണ്. അതുകൊണ്ട് പേലയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ മനുഷ്യൻ മരിച്ചു, അതായത് രോഗങ്ങൾ ഉണ്ടാകാതെ, അണുബാധ ഉണ്ടാകാതെ ഒക്കെ നമ്മൾ പേരയ്ക്കാവും എല്ലാം തൂത്ത് തളിച്ച് തുടച്ച് പിറക്കി ആ ബോഡി ദഹിപ്പിക്കുകയോ അല്ലെ മറവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീർന്ന കേസേ ഉള്ളൂ. അതല്ലാതെ നമ്മളിത് വലിച്ചു നീട്ടിപ്പിറക്കി അവരുടെ പെല തീരുന്നേ ഇല്ലെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഈ കർമ്മങ്ങളൊക്കെ ആ വലിയ മഹാമാരി സുനാമി വന്നപ്പോൾ ഇന്ത്യ ആർക്കും ഇല്ലായിരുന്നോ? മരിച്ച ബോഡിയുടെ മുഖം പോലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ പിന്നെ ഇത് നോക്കിയിട്ടുണ്ടോ? അവർ മരിച്ചത് വസുപഞ്ചമിയിലാണോ അല്ലെങ്കിൽ പഞ്ചമിയിലാണോ? എവിടെയാ? ആര് വന്ന് നോക്കി? 7 അയലോക്കത്തോട്ടടുത്തുണ്ടോ? അതുപോലെ തന്നെ ഈ കർമ്മം ചെയ്യാൻ വരുന്നവർ എവിടെ പോയി? ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്തോ? ഒന്നുമില്ലല്ലോ. അന്നേരം അവർക്ക് വിലയില്ലായിരുന്നോ? അവർക്ക് വിലയില്ലേ? അപ്പോൾ അവരുടെ വില ഇതുവരെയും തീർന്നിട്ടില്ല, 5-8 വർഷമായിട്ട്. അന്നേരം കൊണ്ടുവന്ന് വീട്ടിൽ പോലും കേട്ടണ്ട, ആശുപത്രിയിൽ നിന്നോ അല്ല വീട്ടിൽ കിടന്ന് മരിച്ചാലും പൊതിഞ്ഞുരുട്ടി പിറക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി ദഹിപ്പിച്ച് കളയുമായിരുന്നു, അവനവൻ്റെ വീട്ടുകാർ പോലും സമ്മതിക്കാതെ. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. അമ്മച്ചിയുടെ കാര്യങ്ങൾ ഞങ്ങൾ നല്ല മംഗളമായിട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഈ സുനാമി വന്നപ്പോൾ ഇങ്ങനെയുള്ള സുനാമി വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒന്നും ആർക്കും ഒരു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതാ പറയുന്നേ, ആൾക്കാർ സൗകര്യത്തിനും സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് അങ്ങോട്ടും മറിയും ഇങ്ങോട്ടും മറിയും. വായിലെ നാക്ക് വെച്ച് പലതും പറയും, നാക്കിന് എല്ലില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും വളയ്ക്കും ഇങ്ങോട്ടും വളയ്ക്കും. പക്ഷെങ്കിൽ അതൊന്നും ഞങ്ങൾ മൈൻഡാറില്ല. അന്നും ഇന്നും ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം ശരിയെന്ന് എനിക്ക് തോന്നിയാൽ ആ ശരിയെ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ എനിക്കുണ്ട്. അതെന്നും നിലനിൽക്കുകയും ചെയ്യും. അല്ലാതെ കർമ്മത്തിൻ്റെ പേരിൽ ഇവിടെ കർമ്മം ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് തൊട്ട് നിന്നിട്ട് എന്നെ ഇങ്ങനെ തൊട്ടേച്ചിട്ട് ആരോടും ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഭക്ഷണം കഴിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വിരോധവും ഇല്ല. അവരാരും വരാത്തത് കൊണ്ടോ എടുക്കാത്തതോ കൊണ്ടോ അല്ല ഞങ്ങളിങ്ങനെ ഭക്ഷണം 17 അന്ന് ഉണ്ടാക്കാത്തതും കൊടുക്കാത്തതും പിറക്കാത്തതും. ഓരോരോ സാഹചര്യങ്ങൾ അനുസരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു 41-ന് ഞങ്ങളവിടെ തൊടുപുഴ പോയിരുന്നു. എല്ലാവരും കൂടെ കൂടി ഭക്ഷണം കഴിച്ച് പിരിയാം എന്നൊരു തീരുമാനത്തെ വന്നു. കാരണം ഞങ്ങൾ അച്ഛൻ മരിച്ചപ്പോഴും 41 നോക്കിയവരാ. അതല്ലാതെ അതുപോലെ തന്നെ ചോദിച്ചു, അമ്മച്ചീനെ കൊണ്ടുപോയി അങ്ങ് കർമ്മം ചെയ്തില്ല, ഒരിടത്തും ഇരുത്തിയില്ല, ഭയങ്കര അനർത്ഥം വരുമെന്ന് പറഞ്ഞു. അയ്യോ 5 മരണം സംഭവിക്കും, 7 മരണം സംഭവിക്കും എന്ന് പറഞ്ഞു. ഈ മരണം ഒരു വ്യക്തി മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ അനുബന്ധിച്ച് കൂട്ടിയോ അല്ലെ ആ മരണത്തെ സംബന്ധിച്ചോ, നമ്മളിങ്ങോട്ട് ജനിക്കുമ്പോൾ തന്നെയുള്ളൊരു സത്യമാണ് മരണവും ജനനവും അതിൻ്റെ അകത്ത് യഥാർത്ഥ സത്യം ഈ ഭൂമിയിലുണ്ടെങ്കിൽ. അപ്പോൾ ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ അറിയാം അവൻ്റെ മരണം ഇന്ന സമയത്ത് നടന്നിരിക്കും. അല്ലാതെ അത് മാറ്റാനൊന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല. എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് കാല് തട്ടി വീണിട്ടുണ്ടെങ്കിൽ പറയാം, അയ്യോ അത് കർമ്മം ചെയ്യാഞ്ഞട്ടാ. അല്ലെങ്കിൽ ഒരു പനി ജലദോഷം അല്ലെ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അന്നത്തെ കർമ്മദോഷത്തിൻ്റെയാന്ന് പറയും. ഇങ്ങനെയുള്ള അന്ധവിശ്വാസമുള്ള ആളുകളാണ് ഇപ്പോഴും ഭൂരിപക്ഷവും ഈ കേരളത്തിൽ. 21-ാം നൂറ്റാണ്ടിലും ആളുകളൊന്നും മാറാൻ പോകുന്നില്ല. ഓരോരോ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതെല്ലാവരും ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വിശ്വാസം കൂടുതലാണെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ അവിടുന്ന് കട്ടളപ്പടി ജനലും അയ്യപ്പനെ തന്നെ പൊക്കിക്കൊണ്ട് പോകുന്ന കള്ളന്മാരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് എന്തിയാ അവിടെ ശിക്ഷയൊന്നും നടപ്പാക്കാഞ്ഞത്? എടുത്തോണ്ട് പോയപ്പോൾ എന്തിയാ അവരുടെ കയ്യെ കയറി പിടിക്കാഞ്ഞത്? ഇത് പല്ല് സത്യം ചെയ്യുന്നുണ്ട്. ആ കട്ടളപ്പടിയോടൊന്ന് മറിഞ്ഞു വീഴാഞ്ഞെന്ന് എന്തിയേ?
ഇത് അങ്ങനെയൊന്നുമില്ലെന്നേ. ദൈവം എന്നൊരു വിശ്വാസം പണ്ട് തൊട്ടേ പറഞ്ഞു വെച്ചിരുന്നത്. കാരണം ജനങ്ങൾക്കൊരു പേടിയുണ്ടാകാൻ, ദൈവം കാണും, ദൈവം ശിക്ഷിക്കുമെന്ന് നമ്മൾ കൊച്ചുങ്ങളോടാണെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഫലിപ്പിച്ചു വെച്ചേക്കുന്നതാണ്. അവർക്കുള്ളിലൊരു പേടിയും ഭയവും നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നല്ല സത്യസന്ധമായിട്ടിരിക്കണം എന്ന് നമ്മൾ അപ്പം വിചാരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവം എന്ന് പറയുന്നു, നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വന്നു അല്ലേ, അപ്പം അവന് നല്ല രീതിയിൽ വിശപ്പുണ്ട്, ഭക്ഷണം വേണം, നമ്മളത് കൊടുക്കാതെ വന്നിട്ടുണ്ട്, ആ മുഖത്തെ ദയനീയ അവസ്ഥയും കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അപ്പം അവർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്തു, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു, അവർക്കൊരു വണ്ടിക്കൂലി കൊടുത്താൽ ഒരു ജോഡി ഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ആ ഉണ്ടാകുന്ന മുഖത്തെ സന്തോഷമുണ്ടല്ലോ, ആ പോകാൻ നേരത്തെ ആ കണ്ണ് നിറഞ്ഞ് നമ്മളെ നോക്കുന്നൊരു നോട്ടം ഉണ്ടല്ലോ, അവിടെയുണ്ട് ദൈവം. അല്ലാതെ മറ്റൊരിടത്തും നമ്മൾ ദൈവത്തിനെ തിരയണ്ട. നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കേണ്ട ദൈവം. അല്ലാതെ ഈ പെലയും കാര്യങ്ങളും ഒന്നുമില്ലെന്നേ. ഞാൻ ചോദിക്കട്ടെ, എത്രയോ അപ്പനമ്മമാര് മക്കളുടെ മരണം അറിയാതെ ഇറച്ചി മീനും മുട്ടയൊക്കെ കൂട്ടി കഴിച്ചിരിക്കുന്നു. അതുപോലെ എത്രയോ മക്കൾ, എൻ്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും കൂടപ്പുറപ്പുകളോ മരിച്ചതറിയാതെ എവിടേക്കോ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഈ പെലയും കാര്യങ്ങളൊന്നുമില്ലേ? അറിഞ്ഞ കാര്യത്തിനേ ഉള്ളൂ പെലയും കാര്യം, അറിയാത്തതിനൊന്നുമില്ല. ഇതൊക്കെയാണ് പറയുന്നത് അന്ധവിശ്വാസം. ഇപ്പോഴും ആ വിശ്വാസത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് നമ്മളായിട്ട് ജീവിക്കാൻ നോക്കുക. നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുക കേട്ടോ. എൻ്റെ ഈ അഭിപ്രായത്തിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ കുറവുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം. എൻ്റെ മാനസിക വിഷമവും ടെൻഷനും കൊണ്ടും പറഞ്ഞതാകട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കെ.